doctor. Yes, of course. You are attractive. ഇല്ല ഡോക്ടർ, ഐ എം നോട്ട് അട്രാക്റ്റീവ്. രേഖ, യു ആർ അട്രാക്റ്റീവ്. നീ നിന്നിലേക്ക് തന്നെ നോക്ക്. നീ നിന്നെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. Do you find me attractive? പറയൂ ഡോക്ടർ, do you find me attractive? Yes. Do you find me sexy? എന്നെ കാണാൻ സെക്സി ആയിട്ടില്ലേ? Yes. എന്നെ പോലൊരാള് അടുത്തുള്ളപ്പോ മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധം വെക്കാൻ എങ്ങനെ മനസ്സ് വന്നു? Do you think other man will have an affair with me? Yes. എന്നോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നില്ലേ? Don't you want to have affair with me? ആഗ്രഹമുണ്ട് രേഖ. പക്ഷെ ഞാൻ നിന്റെ ഡോക്ടറാണ്. നീ എന്റെ പേഷ്യന്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്. ഡോക്ടറിന്റെയും പേഷ്യന്റിന്റെയും ഇടയിൽ ഹാവിങ് ആൻ അഫയേഴ്സ് അൺഎത്തിക്കലി ഇൻ മൈ പ്രൊഫഷൻ. സോറി ഡോക്ടർ, എനിക്ക് നിങ്ങളോട് ഒരുപാട് ബഹുമാനമുണ്ട്. സോറി, അറിയാതെ ചെയ്തു പോയതാ. ടേക്ക് കെയർ. പോയിട്ട് വരാം. ബൈ. Rohit? Rohit? Driver, follow him. Driver, follow him fast. Rohit! Driver, വേഗാവട്ടെ. രേഖ, ഓ മൈ ഗോഡ്, വാട്ട് എ സർപ്രൈസ്. ഇത്ര വർഷം നീ എവിടെയായിരുന്നു? 5 വർഷം, 5 years. നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ രേഖ. റിയലി ഐ എം സോ ഹാപ്പി ടു സീ യു. യു ലവ് മീ രോഹിത്. നീ എന്നെ വിട്ടിട്ട് പോയതാ. നിനക്ക് വേണ്ടി ഞാൻ എത്ര കാലം കാത്തിരുന്നു എന്നറിയോ? നീ തിരിച്ചു വരുമെന്ന് പ്രോമിസ് ചെയ്തതാ. കോളേജിൽ വെച്ച് നീ ചെയ്ത പ്രോമിസ് നീ വേണമെങ്കിൽ മറന്നിട്ടുണ്ടാവാം. ഞാൻ മറന്നിട്ടില്ല. എന്തിനാ രോഹിത്, എന്തിനാ എന്നെ വിട്ടിട്ട് പോയത്? Why did you cheat me? ഇല്ല രേഖ, ഐ കെയിം ബാക്ക്. കോളേജ് കഴിഞ്ഞതിന് ശേഷം നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചതാ. ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം നിന്നെ പോലൊരു മിഡിൽ ക്ലാസ് പയ്യന് ഒരിക്കലും ഞങ്ങളുടെ മോളെ തരില്ലെന്ന് നിന്റെ അച്ഛനമ്മയും പറഞ്ഞു.
അവരത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്ന അത് ശരിയാകില്ലെന്ന് തോന്നി. അതുകൊണ്ടാ രേഖ, നീ ഹാപ്പി ആയിരിക്കണം കരുതിയ ഞാൻ നിന്നെ വിട്ടു പോയത്. പ്ലീസ് മനസ്സിലാക്ക് രേഖ. ഹലോ, ആ വന്നോണ്ടിരിക്കുക, ഇപ്പൊ വന്നേക്കാം, ബൈ. രേഖ, രേഖ, Oh my God, murder! ഓ എന്റെ ദൈവമേ, കൊല കൊല. ഏയ് ഞാനല്ല, വെയിറ്റ്. താങ്ക് യു ഫോർ ദ നൈഫ്. നിങ്ങളുടെ കിച്ചണിൽ നിന്നാ ഞാൻ നൈഫ് എടുത്തോണ്ട് പോയത്. താങ്ക് യു വെരി മച്ച്.
സാറ് വരും, ഇവിടെ തന്നെ വെയിറ്റ് ചെയ്. എടോ കോൺസ്റ്റബിൾ, ആ സസ്പെക്ടിനോട് വരാൻ പറ. യെസ് സർ. വരും മാഡം. താങ്ക്സ്, വളരെ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. എന്തിനാണ് സർ താങ്ക്സ്? എന്തിനെന്നോ, നിങ്ങളാണ് മെയിൻ സസ്പെക്ട്. എന്റെ ജോലി എളുപ്പമാക്കിയില്ലേ? അല്ലെങ്കിൽ ഞാൻ പ്രൂഫ് തിരയണം, ക്രൈം സോൾവ് ചെയ്യാൻ ഓടണം. ഇപ്പൊ എനിക്ക് ആ ജോലികളൊന്നുമില്ല. കുത്തിയ കത്തിയോണ്ട് നിങ്ങൾ തന്നെ പിടിക്കപ്പെട്ടു. മരിച്ചത് മിസ്സിസ് രേഖ വെങ്കിട്ടാണ്, ഫേമസ് ബിസിനസ്മാനായ മിസ്റ്റർ വെങ്കിട്ട് ശാസ്ത്രിയുടെ ഭാര്യ. മിസ്സിസ് രേഖ വെങ്കിട്ട് ഇവിടെ എന്തിനാണ് വന്നത്? ആരെ കാണാനാണ് വന്നത്? നിങ്ങൾക്കും അവർക്കും തമ്മിൽ എന്താണ് ബന്ധം? അവരെ കൊല്ലാൻ എന്താണ് കാരണം? സത്യം എന്താണെന്ന് നിങ്ങൾ എന്നെ പറയണോ അതോ ഞാൻ പറയിപ്പിക്കണോ? This is ridiculous, sir. I'm not the killer, sir. ഞാനല്ല സർ കില്ലർ. എന്നാൽ ഞാൻ ആ കില്ലറെ കണ്ടു. അയാൾ ബ്ലാക്ക് ഡ്രസ്സാണ് ഇട്ടിരുന്നത്. നിറയെ മുടിയുണ്ടായിരുന്നു തലയിൽ. മുഖത്താണെങ്കിൽ ഒരു മാസ്ക് ഉണ്ടായിരുന്നു സർ. Do you think I am a fool? സർ ബിലീവ് മീ സർ, എന്നെ വിശ്വസിക്ക്. എനിക്കിതുമായി ഒരു ബന്ധവുമില്ല. ഞാൻ താഴെ കോടിയെത്തിയപ്പോഴേക്കും ഓൾറെഡി ഷി വാസ് ഡെഡ്. താഴെ കിടന്ന കത്തി ഞാൻ എടുത്തു. എന്റെ കൈ കത്തിയിരിക്കുന്നത് കണ്ട ആരോ തെറ്റിദ്ധരിച്ച സാറിനോട് ഞാൻ ആ കില്ലർ എന്ന് പറഞ്ഞത്. ഓ റിയലി? ശരി, പറയൂ, എന്താ സംഭവിച്ചത്? സർ, ഞാനൊരു ഓഡിഷന് വേണ്ടി ഒരു പ്രൊഡ്യൂസറിന്റെ വീട്ടിലേക്ക് വന്നതാ. സർ, ഞാൻ എല്ലാവരെയും പോലെ ഒരു ഹീറോയിൻ അവൻ സ്ട്രഗിൾ ചെയ്യുകയാണ്. തന്റെ സിനിമയിൽ ചാൻസ് തരാമെന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ വീട്ടിലേക്ക് വിളിച്ചതാ. ഞാൻ ഓഡിഷൻ ആണെന്ന് കരുതിയിട്ട് അങ്ങേരുടെ വീട്ടിലേക്ക് വന്നത്. ആളൊരു വലിയ പ്രൊഡ്യൂസറാ. എനിക്കൊരു നല്ല ചാൻസ് തരുമെന്ന് കരുതിയാ ഞാൻ അങ്ങോട്ട് വന്നേ. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ആ ഹലോ, വാ 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 വാ, അങ്ങോട്ടിരിക്കൂ. ഡോണ്ട് വറി, ഇരിക്കേ. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന പടം വളരെ വലിയ ബഡ്ജറ്റാ. നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. ഇതെന്റെ 8ാമത്തെ പടമാ. ഇതിനു മുമ്പ് ഞാൻ 7 ഹിറ്റ്സും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ബൈ ദ വേ, എന്താ കുടിക്കണേ? ഒന്നും വേണ്ട സർ. ഓ കം ഓൺ. വിസ്കി, വോഡ്ക, ബിയർ? വേണ്ട സർ, വെള്ളം ഉണ്ടെങ്കിൽ മതി. ഓ ഐ ഷോ? യെസ് സർ. ഒരു മിനിറ്റ്, ഞാൻ വരുന്നേ. കുടിച്ചോ. നിങ്ങൾക്കറിയാലോ, ഈ പടത്തിന്റെ ഹീറോയിൻ ആകാൻ ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഡോണ്ട് വറി, ഇൻഡസ്ട്രിയിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വേണം. അഡ്ജസ്റ്റ്മെന്റോ? എനിക്കറിയില്ലല്ലോ. അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് വെച്ചാലേ അതിങ്ങനെ വളരെ നൈസ് ആയിട്ട് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ആ പ്രൊഡ്യൂസറിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് ഞാൻ താഴേക്ക് ഓടി വരികയായിരുന്നു. അയാളും എന്നെ ഫോളോ ചെയ്ത് തന്നെ വരുന്നുണ്ടായിരുന്നു. താഴേക്ക് ഞാൻ ഓടി വന്നോണ്ടിരിക്കുമ്പോ എനിക്ക് ഓപ്പോസിറ്റ് ചെയ്യാം വന്ന ആ കില്ലറിനെ ഞാൻ കണ്ടു. ഇൻട്രസ്റ്റിംഗ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങളുടെ സ്റ്റോറി. സർ, ഇത് സ്റ്റോറി അല്ല സർ, ഇത് സത്യമാണ്. സത്യമാണോ സ്റ്റോറിയാണോ എന്ന് കണ്ടുപിടിക്കാൻ അധികം സമയം വേണ്ട. എന്നാൽ ഇപ്പൊ അതിന് സമയമില്ല. പ്ലീസ് സർ, പ്ലീസ്, എനിക്കൊന്നും അറിയില്ല. നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. പ്ലീസ് സർ.